ഇന്നുച്ചയ്ക്ക് 3 മണിക്ക് SSLC ഫലം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ SSLC ഫലം കാത്തിരിക്കുകയാണ്. അപ്പോൾ മന്ത്രി അപ്പൂപ്പന് അവരോട് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണ്? 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. വലിയ തയ്യാറെടുപ്പായിരുന്നു ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയ്ക്കും അതേപോലെ തന്നെ +1 +2 പരീക്ഷയ്ക്കും ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തത്. എന്ന് മാത്രമല്ല കൃത്യസമയത്ത് തന്നെ പരീക്ഷ പേപ്പർ വാല്യൂഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 3 മണിക്ക് ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ 4 മണിയോടുകൂടി എല്ലാ കുട്ടികൾക്കും റിസൾട്ട് അറിയാൻ കഴിയുന്ന നിലയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾ ആരും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല. രക്ഷകർത്താക്കൾക്ക് അതിനേക്കാൾ വലിയ ഉത്കണ്ഠയാണ്. ഏത് പരീക്ഷ എഴുതാൻ പോയാലും എത്ര പരീക്ഷ എഴുതി ശീലിച്ചിട്ടുള്ളവരായിരുന്നാലും എത്ര ഉയർന്ന മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കുട്ടിയായിരുന്നാലും പരീക്ഷ എഴുതി ശേഷം റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ഈ റിസൾട്ട് വരുന്നവരെ ഒരു ഉത്കണ്ഠ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉത്കണ്ഠയൊന്നും ഒരു വിദ്യാർത്ഥിയും ഉത്കണ്ഠയുടെ കാര്യമില്ല. നിങ്ങളുടെ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കുറ്റമറ്റതായി ഒരുക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അഡീഷണൽ സീറ്റുണ്ടല്ലോ, മാർജിനൽ സീറ്റ് നമ്മൾ അവസാനമാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ പരമായിട്ട് മാർജിനൽ സീറ്റ് വഴി പ്രവേശനം കിട്ടി വരുന്ന കുട്ടികൾക്ക് 1 മാസത്തെ ക്ലാസ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ച അത്രയും മാർജിനൽ സീറ്റ് ഇപ്രാവശ്യം മുഖ്യ അലോട്ട്മെൻറ്റ് കൂടെ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി മാർജിനൽ സീറ്റിൽ നേരത്തെ അപേക്ഷ കൊടുത്ത് വന്നിരുന്ന കുട്ടികൾക്കെല്ലാം അതേപോലെയുള്ള കുട്ടികൾക്ക് മുഖ്യ അലോട്ട്മെൻറ്റിൽ തന്നെ അവർക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭിക്കും. അങ്ങനൊരു കാര്യം കൂടി അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായി കുട്ടികളുടെ 1 മാസത്തെ ക്ലാസ് അവർക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടി കഴിയും. എന്ന് മാത്രമല്ല, ഇപ്പം നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതും +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇതിൽ പൊതുവിൽ നമുക്ക് പരീക്ഷാഫലം കേരളത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ. അത് പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ അക്കാഡമിക് നിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷകളിലും ദേശീയാടിസ്ഥാനത്തിൽ പ്രവേശന പരീക്ഷ വെച്ച് വിവിധ സർവകലാശാലകളിലൊക്കെ തന്നെ കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടി പോകുമല്ലോ ഉപരിപഠനത്തിന്. അതിനൊക്കെ തന്നെ നമുക്കൊരു മുൻഗണന കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ നിലവാരം നമുക്ക് ഉയർത്തേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ പറയുന്ന പോലെ മിനിസ്റ്റർ സൂചിപ്പിച്ചത് കൊണ്ടാണ് ഈ ശതമാനം അത് ഓരോ വർഷങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുട്ടികളുടെ നിലവാരം ഉയരുന്നു എന്നുള്ളതാണ്. കാരണം പല വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരാറുണ്ടല്ലോ. നമ്മളതൊരു റിസൾട്ട് പ്രഖ്യാപിക്കാനിരിക്കുക ഞാനത് പറയുന്നത് ശരിയല്ല. അതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട്. പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമുക്ക് കുട്ടികളുടെ നിലവാരം, അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ രക്ഷകർത്താക്കൾക്ക് പങ്കുണ്ട്, അധ്യാപകർക്ക് പങ്കുണ്ട്, ഗവൺമെൻറ്റിന് പങ്കുണ്ട്, കുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട്. അത് എന്ത് വില കൊടുത്തും നമുക്ക് അതിലത്തേക്ക് ചെന്നെത്തുക എന്നുള്ളതായിരിക്കണം നമുക്ക് അടുത്ത വർഷത്തെ SSLC പരീക്ഷയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പൊതുവിൽ കുട്ടികളുടെ നിലവാരം ഉയരുന്നുണ്ട് പൊതുവിദ്യാഭ്യാസത്തിന് കീഴിൽ, അങ്ങനെയല്ലേ നമുക്ക് കരുതേണ്ടത്? അല്ല, അത് ഒട്ടും ആരും മോശമൊന്നുമല്ലല്ലോ. നമ്മുടെ കുട്ടികളൊട്ടും മോശക്കാരൊന്നുമല്ല. അവരുടെ നിലവാരം ഉയരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് റിസൾട്ടിൻ്റെ ശതമാനം കൂടി എന്നുള്ളത് കൊണ്ട് അവരുടെ നിലവാരം താഴ്ന്നു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് പൊതുസമൂഹം എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് മാത്രമേ കഴിയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. മിനിസ്റ്റർ ആദ്യം ഉത്കണ്ഠയെക്കുറിച്ച് പറഞ്ഞു. മിനിസ്റ്ററിൻ്റെ ആ 10ാം ക്ലാസ്സിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ആ ഫലം വന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തെ പരീക്ഷ ആരംഭിച്ച കാലം മുതൽ തന്നെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും രക്ഷകർത്താക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ തന്നെ ഉത്കണ്ഠ നിധിക്കുകയാണ്. അത് മാറുന്ന പ്രശ്നമേ ഇല്ല.
അതിപ്പം ഇപ്രാവശ്യം പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളുടെയും ഇപ്പം തന്നെ നിങ്ങൾ വന്നതിന് ശേഷം ഒരു കുറേ രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ തന്നെ വിളിച്ച് കാണും. വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്. 3 മണിക്കാണെന്നറിയാം, എന്നാലും വീണ്ടും ചോദിക്കുകയാണ് 3 മണിക്കാണോ. എപ്പോഴാ ഒരു 4 മണിയോടുകൂടി എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചോദിക്കുകയാണ് 4 മണിക്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്നത് പിന്നെ എത്ര ശതമാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതെല്ലാം 3 മണിക്ക് പറയാം എന്നല്ലേ പറഞ്ഞിരിക്കുക. മിനിസ്റ്ററുടെ 10ാം ക്ലാസ്സിലെ അനുഭവം കേൾക്കാനൊരു കൗതുകമായിരിക്കും കുട്ടികൾക്ക്. അല്ല, അത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ മനുഷ്യ സഹജമാണല്ലോ ഈ പിന്നെ ആകാംക്ഷ ഉത്കണ്ഠ, അതെല്ലാവർക്കും ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവും. പിന്നെ മിനിസ്റ്റർ ഈ പറഞ്ഞ പോലെ മിനിസ്റ്റർ സൂചിപ്പിച്ചു. അപ്പം ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ +1 പ്രവേശനമാണ്. അപ്പം അതിന് പ്രാപ്തമായ സീറ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു, അതിന് കുറ്റമറ്റതായ സംവിധാനങ്ങളാണ് ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. ടോട്ടൽ സീറ്റും അതുപോലെ തന്നെ പിന്നെ ഉപരിപഠനത്തിന് മറ്റു ചില മാർഗ്ഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പോളിടെക്നിക്കിലുണ്ട്, IT ഉണ്ട്, പിന്നെ അതുപോലുള്ള വിവിധ മറ്റു കോഴ്സുകൾക്ക് പോകുന്ന കുട്ടികൾ, എല്ലാ കുട്ടികളും +1 ചേരില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണക്ക് കാണിക്കുന്നത്. അവസാനമായി വിജയവും ഉണ്ട് തോൽവിയും ഉണ്ട്. ഇതിനെ എങ്ങനെ വേർതിരിച്ച് കാണണമെന്നാണ് മന്ത്രി അപ്പൂപ്പന് കുട്ടികളോട് പറയാനുള്ളത്? അല്ല, വിജയിച്ചവരും സന്തോഷിക്കുക. ഏതെങ്കിലും കാരണവശാൽ സാങ്കേതികമായി തോറ്റുപോകുന്ന കുട്ടികൾ അത് നിരാശപ്പെടേണ്ട കാര്യമില്ല. അവർ അടുത്ത പരീക്ഷ എഴുതി ജയിച്ചവർക്ക് വരാൻ വേണ്ടി പറ്റും. അത് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ തോറ്റുപോയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. അവർ മുന്നോട്ട് പോവുക. 10ാം ക്ലാസ് എന്ന് പറയുന്നത് എന്താ എല്ലാത്തിനെയും വിധി നിർണ്ണയിക്കുന്നൊരു ഘടകമൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, അതൊരു നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങനെയുള്ള 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പിന്നെ പണ്ട് പ്രീ ഡിഗ്രിക്ക് പോകുന്നത്. ഇപ്പം +1 ഇപ്പോൾ പോകുന്നത്. മറ്റെല്ലാ പരീക്ഷകളും എത്തിക്കും പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ്സിന് നല്ലൊരു പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. താങ്ക് യു മിനിസ്റ്റർ. അതുതന്നെയാണ് വളരെ കുറ്റമറ്റ രീതിയിലുള്ള സംവിധാനങ്ങളുടെ ഒരു ഏകോപനം കൊണ്ട് റിസൾട്ട് നേരത്തെ വരികയാണ്. ആരും പേടിക്കേണ്ട, +1 പ്രവേശനവും അതും അത്തരത്തിൽ തന്നെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും, അത് അതിൻ്റേതായ രീതിയിൽ കണ്ട് മുന്നോട്ട് പോവുക എന്നാണ് മിനിസ്റ്റർ പറയുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.